ഞായറാഴ്ചത്തെ കല്യാണം പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞതാ തിങ്കളാഴ്ച ദിവസം ഇവിടെ ആയിരുന്നു കേട്ടോ. കാരണം പള്ളിപ്പെരുന്നാൾ പോയി ഐസുചേർന്ന് ഇതൊക്കെ കഴിച്ച് ഇക്കാക്ക് തൊണ്ടക്ക് നല്ല പണി കിട്ടി. രാത്രി കിടക്കണ സമയത്ത് ഇക്കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂട് പോലെയുണ്ട്, പനിക്കണുണ്ടെന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വലിയ കാര്യമാക്കിയില്ല കേട്ടോ. പാതിരാക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കണ്ട് തൊട്ട് നോക്കിയപ്പോഴാണ് പൊള്ളണ ചൂട്. ആ ചൂടും വെച്ച് ഇക്കാക്ക പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോയിട്ടോ. പോകണ്ടെന്ന് കുറേ പറഞ്ഞിട്ടും ഇക്കാക്ക കേട്ടില്ല. ആ പോയ സ്പീഡിൽ തന്നെ ആൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. എന്തായാലും മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്കാൻ അവിടെ നിർത്തിയിട്ടോ. അങ്ങനെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. കാരണം കുഞ്ഞിപ്പിൻ്റെ ഭയങ്കര മെനിയായിരുന്നു. ഡോക്ടറിന് ടേബിളിൽ ഓയിൽമെൻ്റൊക്കെ എടുത്ത് കൈ പിടിച്ച് വലിച്ചെറിയലും കരച്ചിലും വീഴ്ചലൊക്കെ ആയിട്ട് ഒരുപാട് ഇടങ്ങേറാക്കിട്ടോ ആ സമയത്ത്. അതിന് പിന്നെ ഇക്കാക്കനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ റോട്ടിൽ പോയി നിൽക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഗ്രൂപ്പിൽ ഇക്കാക്കയുടെ ഫോട്ടോ ഒന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിയോട് വിളിയായിരുന്നു. ലാസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞ പെണ്ണ് ഭയങ്കര കരച്ചിലൊടുങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടേക്കണ കൊണ്ടിട്ട് അവിടെ വെച്ച് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ കയറ്റിയിട്ട് ആൾ പുലി പോലെ നടന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നേ. അങ്ങനെ ആക്കി മരുന്നും കൂടി വാങ്ങിച്ചാൽ മതിയായിരുന്നു കേട്ടോ. കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. നിന്ന് മനുഷ്യൻ്റെ ഉപ്പാടലക്കി. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ.